ക്വാളിറ്റി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പാളം തെറ്റി കൊച്ചുവേളി ടെർമിനൽ വികസനം. റെയിൽവേ ഫണ്ട് അനുവദിക്കാതെ ആയതോടുകൂടി പാളം തെറ്റി കൊച്ചുവേളി ടെർമിനൽ വികസനം. ടെർമിനലിന് ഇത്തവണത്തെ ബജറ്റിലും പരിഗണന ഉണ്ടായില്ല. ടെർമിനൽ വികസനത്തിൻ്റെ ഭാഗമായി ഒരു പ്ലാറ്റ്ഫോമും ഒരു സ്റ്റാബ്ലിംഗ് ലൈനും നിർമ്മിച്ചാൽ അനുമതിയുണ്ട്. ഫണ്ട് ലഭിച്ചാൽ 2023 മാർച്ചിൽ പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെ തിരക്ക് കുറയ്ക്കാൻ നിയമം കൊച്ചുവേളി ടെർമിനലുകളുടെ വികസനം അത്യാവശ്യമാണ്. ഇരു ടെർമിനലിലെയും വികസനം വഴിമുട്ടി നിൽക്കുന്നത് തലസ്ഥാന ജില്ലയുടെ റെയിൽ വികസനത്തിന് തിരിച്ചടിയാകും. 3 പ്ലാറ്റ്ഫോമുകൾ ആയാണ് ട്രെയിൻ പുറപ്പെടാൻ ഉപയോഗിക്കുന്നത്. പുതിയ സ്റ്റാബ്ലിംഗ് ലൈനും പിറ്റ് ലൈനും വന്നാൽ കൂടുതൽ ട്രെയിൻ കൊച്ചുവേളിക്ക് ലഭിക്കും. കൊച്ചുവേളിയിൽ ട്രെയിനുകൾ നിർത്താൻ സ്ഥലമില്ലാത്തതിനാൽ വർക്കലയിലും കഴക്കൂട്ടത്തുമൊക്കെ റാക്കുകൾ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ്. നാഗർകോവിൽ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ കൊച്ചുവേളിയിൽ നിന്നും കൊല്ലം ഭാഗത്തേക്കുള്ളവ നേമത്തിൽ നിന്നും പുറപ്പെടുന്ന തരത്തിലാക്കിയാൽ തിരുവനന്തപുരത്തെ തിരക്ക് കുറയ്ക്കാനാകും. യാത്രക്കാർക്ക് ഇത് സഹായകരമാകും. ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ഒഴിയുന്നതും കാത്ത് മറ്റ് സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ കാത്തു കിടക്കേണ്ട സ്ഥിതിയാണ്. കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഇല്ലാതെയാണ് വികസന പ്രവർത്തനങ്ങൾ എന്നതും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഷണ്ടിങ് സൗഹൃദമല്ലാത്ത ട്രാക്കുകളായതിനാൽ ഷണ്ടിങ്ങിന് കൂടുതൽ സമയം വേണ്ടി വരുന്നതായും പരാതിയുണ്ട്. ദീർഘദൂര ട്രെയിനുകളടക്കം പുറപ്പെടുന്ന സ്റ്റേഷനാണെങ്കിലും യാത്രക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും കൊച്ചുവേളിയിൽ ഇല്ല. റിട്ടയറിംഗ് റൂം, ഇൻഫർമേഷൻ സെൻറ്റർ തുടങ്ങിയവയില്ല. റിസർവേഷൻ ഓഫീസും ബുക്കിംഗ് ഓഫീസും ഒരു കുടുസുമുറിയിലാണ് പ്രവർത്തിക്കുന്നത്. പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന ട്രോളി പാത്ത് ഇല്ലാത്തതിനാൽ ചരക്ക് കയറ്റിറക്കും ബുദ്ധിമുട്ടാണ്. ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്നതും ദുഷ്കരമാണ്. ആകിലും പെട്ടെന്ന് തന്നെ ഫണ്ട് അനുവദിച്ച് റെയിൽവേ കൊച്ചുവേളി വികസിപ്പിക്കാൻ ആകിലും പെട്ടെന്ന് തയ്യാറാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീണ്ടും പുതുമയുള്ള ഒരു ആശയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.